അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഗുജറാത്തിലെ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ്റെ ബോർഡറാണ്. പിന്നെ പക്ഷേ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉപ്പുപാടം ഉണ്ടായിരുന്നു, 2 സൈഡിലും ഉപ്പുപാടവും ഡയറക്റ്റ് ഒരു റോഡുള്ള നല്ല അടിപൊളി നല്ല വ്യൂ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു 8 മണിക്ക് അത് ക്ലോസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. രാത്രിയാണെങ്കിലും അത് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ അതിലൂടെ വീണ്ടും മീൻസ് രാജസ്ഥാൻ വഴി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കണ്ടോ, കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വാങ്ങി കുടിക്കുകയാണ്. ഏകദേശം ബോർഡറാണ് കേട്ടോ പാകിസ്ഥാൻ്റെ. ഇതാ കവാട എന്ന് പറഞ്ഞ സ്ഥലത്തെ തട്ടുകടയിൽ നമ്മൾ കയറിയത് ഒരു ബിരിയാണി എല്ലാം ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഓർഡർ ചെയ്തെല്ലാം സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് ഇന്നിപ്പം ഓൾമോസ്റ്റ് നൈറ്റ് ഡ്രൈവ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ധോളാവീര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി പോണത്. ആ एक ऑमलेट ऑमलेट नहीं है ना? ऑमलेट है ना? हाँ एक ऑमलेट भैया। हाँ एक बॉयल एक ऑमलेट दो, दोनों ऑमलेट तो भी ठीक है ना? एक रेडी किया बॉयल ठीक है, बॉयल दे दो उनको। एक घंटे का 2 घंटे, 1 घंटे का सिर्फ 1 घंटे का बनाना। അപ്പോൾ വേണ്ട വേണ്ട ऑलरेडी हम कटिंग कर दो, दे दो। वो ऑयल है ना, थोड़ा काम करो। ठीक है हाँ ठीक है, ഓയിൽ കുറയ്ക്കാൻ പറഞ്ഞ. പിന്നെ അപ്പം ധോളാവീര അല്ലേ നമ്മൾ പോണ സ്ഥലം. ധോളാവീര ഇങ്ങനെ പോയിട്ട് പിന്നെ ആ പോണ വഴിക്ക് ഒരു അടിപൊളി സ്ഥലമുണ്ട്. 2 സ്ഥലത്തും ഉപ്പുപാടമുള്ള സെൻറ്ററിലൂടെ റോഡുള്ള ഒരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ അത് പാസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ വഴി നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് പാസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള വഴിയാണ്. സാൾട്ട് ലേക്ക് എന്ന് പറയും, സാൾട്ട് ലേക്ക്. ഓക്കെ, അത് അടിച്ചു നോക്കിയാൽ മതി, അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടുകടയിലെ ബിരിയാണി. പിന്നെ ഇതാണ്ട ഒരു സിംഗിൾ ഓംലെറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. हाँ बस क्या बोला? रात को रहता है क्या दुकान है ना? मैं 11 बजे तक हाँ रहता हूँ, डेली रहता हूँ। कोई ना, मैं एक दूसरा लड़का इधर खड़ा रहेगा. ബിരിയാണി ഈ ബിരിയാണി എവിടെയോ കഴിച്ച് പരിചയമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ദുബായിലാണോ സംശയമുണ്ട്. അപ്പം സംഗതി ഓക്കെയാണ്. മീൻസ് ഇവർ ഓൾറെഡി മസാല കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും. ആ പിന്നെ കറി പോലെയൊക്കെ എന്തോ ഒഴിച്ചിട്ടുണ്ട്, എന്നാലും കൊള്ളാം. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി 10:30 ആയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് ധോളാവീര, അതായത് DHOLAYRA എന്ന ധോളാവീര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗുജറാത്തിലെ ഒരു ദ്വീപാണ്. മാപ്പിൽ നോക്കിയാൽ തന്നെ അറിയാം. ഒരു 32 കിലോമീറ്റർ ഡയറക്റ്റ് ഒരു റോഡാണുള്ളത്. ആ റോഡിൻ്റെ 2 ഭാഗത്തും ഉപ്പുപാടാണ്. സാൾട്ട് ലേക്ക് ഇൻ ഗുജറാത്ത് എന്നോ അല്ലെങ്കിൽ ധോളാവീര എന്നോ അടിച്ചാലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്കത് മിസ്സായി. അപ്പം ഈ ധോളാവീര ദ്വീപിൽ എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അങ്ങനെയാണ് നാളെ രാവിലെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഏകദേശം പാകിസ്ഥാൻ്റെ ഒരു ബോർഡർ ലെവലിൽ ഉള്ളൊരു വില്ലേജ് കൂടിയാണ് ഇത്. റാൻ ഓഫ് കച്ച് എന്നും കൂടി ഇതിന് പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3 പേരിൽ നമുക്ക് ഈ കാര്യത്തെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അടിപൊളിയാണ് സംഭവം. പിന്നെ കച്ചിന്ന് ആണ് നമ്മൾ വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പിന്നെ നമ്മുടെ ആ മ്യൂസിയം ഒക്കെ കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ കച്ചും വിട്ട്, കച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനോട് അടുത്ത് കിടക്കണം, ബോർഡർ തന്നെ പറയാൻ പറ്റും. അപ്പം അവിടുന്ന് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ റൂം നമ്മളെ രാജാവ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. കണ്ടോ, ഇതൊരു റിസോർട്ടാണ്. കണ്ടോ, അപ്പോൾ റിസോർട്ടിൽ റൂം കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ധോളാവീര ടൂറിസ്റ്റ് റിസോർട്ടിൽ തന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഓക്കെ, റൂം നമ്മൾ ബുക്ക് ചെയ്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. രാവിലെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മളിപ്പോൾ കാണുന്നത് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. ഏകദേശം ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇവർ ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? ധോളാവീര. കണ്ടോ ട്രാക്ടർ, നല്ല ഒന്നാന്തരം ഗ്രാമമാണ് കേട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ് കൂടിയാണിത്. ആ വണ്ടി ഒന്ന് പോട്ടെ എന്നിട്ട് പറയാം. കണ്ടോ ഗ്രാമീണരും കൃഷിയും, പിന്നെ ഇപ്പോൾ കുറച്ച് മറ്റേ നമ്മുടെ പശുവും ടീമൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ മറിഞ്ഞ് നിൽക്കായിരുന്നു, കാരണം ചോപ്പായിട്ടിരിക്കണേ. ചിലപ്പം ഇവിടെ വന്നിട്ട് വെറുതെ കുത്തേൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു. എന്താ പിന്നെയും കുറച്ച് ടീം വരുന്നുണ്ട്. നല്ല വലിയ കൊമ്പും കാര്യങ്ങളൊക്കെയാണ്, നാട്ടിലെ പോലെ ഒന്നല്ല, നല്ല ഒന്നാന്തരം സൈസുമാണ്. അപ്പം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ്. ആ റിസോർട്ടിൽ റൂം എടുത്ത് ഇവിടെ അതിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നല്ലോ. ഇതാ ബോർഡ്. ഓക്കെ, അപ്പം നമ്മൾ റൂം എടുത്ത് അങ്ങനെ രാത്രിയാണ് റൂം എടുത്തത്. ഇപ്പോൾ രാവിലെ 6 ആകുമ്പം ഇറങ്ങണം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. കാരണം നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വഴിയുണ്ട്. ഇന്നലെ ഒരു വഴി മിസ്സായി, അതിൻ്റെ ഇന്നലെ പകുതിയോളം നമുക്ക് കാണാൻ പറ്റാണ്ടായി. അപ്പം ഇന്ന് നമുക്ക് ബാക്കിയുള്ളൊരു അങ്ങോട്ടുള്ള കരയിലേക്കുള്ളൊരു വഴിയുണ്ട്. അപ്പം അത് അങ്ങനെ കാണണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മളെ രാജാവ് നല്ല ക്ഷീണിച്ച് നന്നായിട്ട് കിടന്നുറങ്ങണം. അപ്പം ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുക തന്നെ, പിന്നെ എപ്പോഴും എണീക്കണ് അപ്പം എണീറ്റ് പോവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. കണ്ട ഇതാണ് ബോർഡ്. അപ്പം വെൽക്കം ടു ധോളാവീര. കണ്ടോ ധോളാവീര റിസോർട്ട്, ധോളാവീര ടൂറിസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കിടക്കുമ്പോൾ നല്ല അടിപൊളി എൻട്രൻസ് ആണ്. ആ 2 സൈഡിലും മാവ് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ നല്ല അത്യാവശ്യം സ്ഥലമുണ്ട്, പ്രോപ്പർട്ടി. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ അത് കണ്ടോ ട്രാക്ടർ കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഉള്ളിലൊരു ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ റൂംസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് എന്താ പുറത്തിങ്ങനെ ഇരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവിടെ ഒരു ട്രഡീഷണൽ ഒരു രീതിയിലാണ്. ഇത് റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ആ ഒരു ലെവലിലാണ് എല്ലാവരും ട്രഡീഷണൽ രീതിയിൽ ഒരു ഗ്ലാസ്സൊക്കെ പതിച്ചിട്ടൊക്കെയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ഒരു പണി കിട്ടുമോ എന്തോ. അപ്പുറത്ത് പിള്ളേർ കളിക്കാനുള്ളൊരു കുഞ്ഞു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെയും റൂംസ് ഉണ്ട്. കണ്ടോ അവിടെയും റൂംസ് ഉണ്ട്. ഓക്കെ, പിന്നെ ആ കാണുന്നത് റൂംസാണ്. കണ്ടോ ഒരു അടിപൊളി ഗേറ്റാണ്. ആ കാണുന്നതെല്ലാം കണ്ടോ റൂംസാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കണ്ടോ ഇത് പാർക്ക്, പട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം വലിയ പ്രശ്നമൊന്നുമില്ലാത്ത പട്ടികളാണ്. കണ്ടോ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അല്ല ഇതിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഓരോ മതിലൊക്കെ ഇട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഒരാളെ തന്നെ മേലെ നിൽക്കണം. പിന്നെ അതിൻ്റെ പുറമെ സൈഡിൽ എന്തോ ചെറിയ കാടോ അങ്ങനെ എന്തോ ഉണ്ട്, പറമ്പോ. എല്ലാം കണ്ടോ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. പിന്നെ ഇതെന്തോ കൃഷിയിടങ്ങളാണ്. കണ്ടോ കണ്ടോ കംപ്ലീറ്റ് കൃഷിയിടങ്ങളാണ്.
എന്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷിയാണോ ഇനി വേറെ എന്തെങ്കിലും മൃഗങ്ങളാണോ എന്തോന്ന് അറിയില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ പോയി നോക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. നമുക്കിവിടെ നിന്നിപ്പം ഒരു 350 കിലോമീറ്റേഴ്സെങ്കിലും കവർ ചെയ്തിട്ട് നമ്മൾ രാജസ്ഥാനിലേക്ക് നമ്മൾ പോകണം. രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അപ്പോൾ അതിന് നമ്മളെ രാജാവ് ഉറങ്ങുകയാണ്. ഈ നമ്മളെ ഈ ടിക്ടോക്ക് ഇൻസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ പൊള്ളി സ്ഥലമാണ്. കാരണം കണ്ടോ, ഈ കളറ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതേപോലെ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ആ ഒരു സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാം ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഒരു ദ്വീപായതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കര എത്തണമെങ്കിൽ ഏകദേശം 32 കിലോമീറ്ററാണ്. 32 കിലോമീറ്റർ സ്ട്രൈറ്റ് വഴിയാണ്. കണ്ട ഇരിക്കാനുള്ള കസേരകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സർക്കസ് കൂടാരത്തിനുള്ളിലല്ല. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ. കണ്ടോ, ഇന്നലെ രാത്രി ഞാൻ എടുത്തിരുന്നു, പക്ഷേ ഇത്രയും ഓൾറെഡി ഇവിടെ അത്ര ലൈറ്റൊന്നുമില്ല. പക്ഷെ കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു റൂഫ്, അത് അടിപൊളിയായിട്ടുള്ള സംഭവം. റെസ്റ്റോറൻറ്റും റിസപ്ഷനും എല്ലാം ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. കണ്ടോ പുറത്തിറങ്ങുമ്പോൾ നോക്കി നടത്തുന്നതൊക്കെ ചെറിയ പിള്ളേരാട്ടാ. പുറത്തു കൂടെ കൃഷിക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. രാവിലെ തന്നെ അവർ പണിക്ക് പോവാണ്. നമ്മുടെ രാജാവ് എണീറ്റിട്ട് ബാത്റൂം പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ റൂം. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഓപ്പൺ എയർ ആയിരുന്നു. പിന്നെ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ വിചാരിച്ചു പിന്നെ കൊതുകുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കൊതുകൊന്നും ഇല്ലായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അടിപൊളി സംഭവം കേട്ടോ എന്തായാലും. ഇവിടുത്തെ കടയിൽ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗ്യാസോ അല്ലെങ്കിൽ മണ്ണെണ്ണ അങ്ങനത്തെ ഒന്നും ഇല്ല. നമ്മളെ ഇതില്ലേ കരി ഇതിൽ വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ കറക്കുകയാണ്. അപ്പോൾ ആ കറക്കുമ്പോൾ അതിൻ്റെ കാറ്റ് കൊണ്ട് ചായ തിളയ്ക്കുന്നുണ്ടാവും. എല്ലാം എന്താ പറയുക, നമ്മുടെ കൈ കൊണ്ടുള്ള പരിപാടികളാണ്. ഇതിങ്ങനെ കറക്കുമ്പോൾ ഇതിൻ്റെ കാറ്റെന്തോ ഇങ്ങനെ വരും, മനസ്സിലായോ? അപ്പോൾ അത് വെച്ചിട്ട് ആ കനൽ ചൂടായിട്ട് ഇവരിങ്ങനെ തിളപ്പിച്ച് അങ്ങനെ ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. കുഞ്ഞു വീടുകൾ, ഗ്രാമം, അടിപൊളിത്ത സംഭവം. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഹാരപ്പ മോഹൻജദാരോ എന്നൊക്കെ പറഞ്ഞിട്ട്, പണ്ടത്തെ ആ ഒരു പിന്നെ മനുഷ്യരും അവരുടെ അവശിഷ്ടങ്ങളും അവർ എന്താ പറയുക ജീവിച്ചിരുന്നതിൻ്റെ ശേഷിപ്പുകളൊക്കെ. അപ്പം ഏകദേശം ഈ ഏരിയയിലായിരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിയം പോലത്തെ ഒരു സംഭവമുണ്ട്. കണ്ടോ, ധോളാവാല ഹാരപ്പൻ സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഹാരപ്പൻ സിറ്റി. കണ്ടോ, അപ്പം നമ്മൾ ആ ഹാരപ്പൻ മോഹൻജദാരോ നമ്മളെ സോഷ്യൽ സയൻസിൽ പഠിച്ചതിൻ്റെ എന്തെങ്കിലും ശേഷിപ്പ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. അതിനുള്ളിൽ എന്തോ സംഗതികളുണ്ട്. പിന്നെ കണ്ടോ, ഒരു നല്ല അടിപൊളി വില്ലേജാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങൾ. കണ്ടോ, കണ്ടോ ഒരു മ്യൂസിയം പോലെ 1-2 ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ
കുറച്ച് ആൾക്കാരൊക്കെ രാവിലെ തന്നെ കാണാൻ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് വ്യൂ? മേലെ എങ്ങനെയുണ്ട്? പൊളിയല്ലേ ആകാശം? അരേ രേ എന്ത് രസം നോക്കണേ, പൊളി പൊളി. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതാ ഒരു ബാംഗ്ലൂരിലൊരു ട്രാവലറെ നമ്മൾ പരിചയപ്പെട്ടു. 6 മാസമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഹാരപ്പൻ സിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നേരെ വിചാരിച്ചിരുന്നത് ഞാൻ പറഞ്ഞല്ലോ രാജസ്ഥാനിൽ പോകണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ രാജസ്ഥാനിൽ പോണ വഴിക്ക് ഈ ട്രാവലർ നമ്മളോട് പറഞ്ഞു വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് റാണി കി വാവ്. അതായത് ഒരു റാണി ഒരു രാജാവിന് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് പണിത് കൊടുത്ത ഒരു കുറച്ച് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ 100 രൂപയുടെ നോട്ടിൻ്റെ ബാക്കിൽ നമുക്കത് കാണാൻ പറ്റും. കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഇതാ ഈ 100 രൂപയുടെ നോട്ട് എടുത്താൽ അതിൻ്റെ ബാക്കിൽ കണ്ടോ റാണിക്ക് കണ്ടോ ഒരു ബിൽഡിംഗ് ഉണ്ടോ, പഴയ ടെമ്പിളോ അങ്ങനെ എന്തോ ആണ് സംഭവം. പോയി നോക്കാം. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്ക് പോകും. എനിക്ക് തോന്നുന്നത് 2 റൂട്ടും ഒരേ വഴിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മളിപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരിലുള്ളൊരു സാഹസ് എന്ന് പറഞ്ഞൊരു അതിസാഹസികമായ ഒരു ട്രാവലറെ കണ്ടു. അപ്പം അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ എന്തൊക്കെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ അതുപ്രകാരം തന്നെ നമ്മൾ റൂട്ടെല്ലാം വീണ്ടും ചേഞ്ചായി. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം പോകാൻ നിൽക്കുന്നത് നമ്മളെ മനസ്സിൽ പോലും ഇല്ലാത്ത റൂട്ടായിരുന്നു. 0 പോയിൻ്റ് എന്ന് പറയും. നമ്മുടെ പാകിസ്ഥാൻ്റെയും ഇതിൻ്റെയൊക്കെ ബോർഡറാണ്. അവിടേക്കാണ് ഇനി പോകാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അടുത്ത റൂട്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുള്ളൂ. എന്തായാലും അടിപൊളി മനുഷ്യനായിരുന്നു, നല്ല വൈബായിരുന്നു, കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പം ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞ പ്രകാരമാണ് ഇന്ന് മൂവ് ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കടക്കുകയാണ്. എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹാരപ്പൻ സിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ ഓരോരോ ഹിസ്റ്ററി കാര്യങ്ങൾ, ഹാരപ്പൻ്റെ ആ ഒരു ശേഷിപ്പുകൾ, ആ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൺമറഞ്ഞു പോയ ആ ഒരു അങ്ങനൊരു വംശം ഉണ്ടായിരുന്നു. അവരെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നല്ല പഠിപ്പ്. ഇപ്പം നമ്മുടെ രാജാവ് മറ്റേ IAS കോച്ചിങ്ങിന് പോയതുകൊണ്ട് അവിടുന്ന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപ്രകാരമാണ് രാജാവ് ഈ റൂട്ടെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. കാരണം പറഞ്ഞ് കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് രോമാഞ്ചം വരും, കോരിത്തരിപ്പായിരിക്കും. കണ്ടിന്യൂ കോരിത്തരിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എവിടേക്കോ ഒക്കെ അവർ പോയി ട്രേഡിംഗ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ക്രിസ്തുവിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഓക്കെ, ഭയങ്കരമായിട്ടുള്ള സാഹസമായ സംഗതികൾ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഒരു ഗൈഡിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ. അടിപൊളി സ്ഥലമാണ്. നമുക്കിതിനെ പറ്റിയൊക്കെ പഠിക്കണം. നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് അതിൻ്റെ ആ ഒരു പണ്ടത്തെ ആ ഒരു ശേഷിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഹിസ്റ്ററി റിലേറ്റഡ് ആണ്. പക്ഷേ എന്നാലും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഇവിടെ വരണം എന്നാണ്. ഓക്കെ, ऐसे करके 16 बनाए उन लोगों ने, ईस्ट और वेस्ट में 2 रिवर है। तो ये है जो पूरा है वो रैंप वाला बनाया है। क्या अदर इधर कोई फंक्शन है, पानी की जरूरत है, तो ये रैंप से पानी लेके अंदर जा सकते हैं। तो ये उन लोगों का टाउन प्लानिंग दे रहा है। उन लोगों का सब पार्टी वगैरह भी मिला है। तो ये उन लोगों का है, वो पूरा शहर बसाया 3 कैपिटल, जैसे मैंने आपको बताया। 1968 में ये साइड का पता चला। ये पहले मिट्टी में दबा हुआ था, मिट्टी में पूरा ये आप देखेंगे ना, तो आपको पता चलेगा। तो वो पूरा मिट्टी में दबा हुआ था। 1968 में यहाँ तालाब का काम चल रहा था बगल में। तो वहाँ से खुदाई के समय 2 सिल और मोहर ഇന്നലെ രാത്രി നമ്മൾ ഈ പ്ലേസിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വ്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് കച്ചിൽ നിന്ന് ധോളാവീര പോണ വഴിക്കുള്ള സാൾട്ട് ലേക്കാണിത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. 2 സൈഡിൽ കണ്ടോ, 2 സൈഡിൽ ഉപ്പ് പാടാണ്. ഏകദേശം 32 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സ്ട്രൈറ്റ് റോഡുണ്ട്. അടിപൊളി സംഭവമാണ്. ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് സംസാരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 0 പോയിന്റിലേക്കാണ്, പാകിസ്ഥാൻ ബോർഡറിലേക്കാണ്. അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഡാറ്റ ഇല്ല, മെമ്മറി ഇല്ല. സോ സോറി. പറ്റുന്ന രീതിയിൽ ഫോട്ടോസെങ്കിലും എടുക്കാം. ഓക്കെ.